നമസ്കാരം. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ട് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP വിജയിക്കുമെന്നുള്ള ഒരു വിഷയം. ഇത് പറയുന്ന സമയത്ത് പല ആളുകളും നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഒരുപാട് വൃത്തികേടുകളൊക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കുമെന്ന് അറിയാലോ, ആരായിരിക്കും പറയുമെന്നറിയാലോ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികൾ അവിടെ വിജയിക്കും എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി ജൂൺ 4-ാം തീയതി വരെ സമയമുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു ചിത്രം വ്യക്തമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നത് BJPയുടെ നേതാക്കന്മാര് ആരെങ്കിലും പറയുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല. പക്ഷെ ഇത്തവണ RSSന്റെ നിലപാട്, RSS പ്രധാനമായിട്ട് കേരളത്തിൽ RSSന്റെ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവനായിട്ട് പരിവാർ സംഘടനകൾക്ക് ഒരു പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ചുമതലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJPക്ക് സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ, ABVPക്ക് സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ ഈ സംഘടനകൾക്ക് മുഴുവനും സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പ്രത്യേകം ഉണ്ടാകും. ഈ സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ RSS നേരിട്ടയക്കുന്ന പ്രചാരകന്മാരാണ് ഈ സംഘടനാ സെക്രട്ടറിമാരായിട്ട് RSSന്റെ വിവിധ ക്ഷത്രിയ സംഘടനകളുടെ ചുമതല വഹിക്കുന്നത്. അപ്പൊ BJPക്ക് കേരളത്തിൽ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനം, സുഭാഷ് എന്നുള്ള ഒരു പേരിലുള്ള ഒരു RSSന്റെ പ്രചാരകനാണ്. എല്ലാവരും അദ്ദേഹത്തെ സുഭാഷ് ജി എന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പലപ്പോഴായിട്ട് ഇദ്ദേഹത്തിന്റെ പല മീറ്റിങ്ങുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന BJPയുടെ കാര്യകർത്താക്കൾക്ക് വലിയൊരു പ്രഷറാണ്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഒരു മീറ്റിംഗ് കഴിയുക, പുറത്തേക്ക് ഇറങ്ങുക, തിരഞ്ഞെടുപ്പൊക്കെ പല രീതിയിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ വരുന്നു, പല നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതെ കൃത്യമായിട്ട് സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന അതേ ഒരു മനോഭാവത്തിൽ സംഘടന വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം അത് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളമാണ് എന്നുള്ളതിൽ നമുക്കൊരു തർക്കവും ഇല്ലാത്ത രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? ഇത് തന്നെയാണ് വിജയ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ അത് വിജയിക്കുമെന്ന് തന്നെ പറയുന്നത്. ഇപ്പോ RSSന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിലെ എല്ലാവിധ വിഷയങ്ങളും ഒരു ഇലക്ഷൻ 6 മാസങ്ങൾക്ക് മുന്നേ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് BJP ഏറ്റവും വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഈ രാജീവ് ചന്ദ്രശേഖർ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികൾ, പ്രവർത്തന മേഖല അതെല്ലാം എന്താണെന്നെല്ലാം BJP ഇവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് ഇത് പ്രചരിപ്പിച്ചത്. അദ്ദേഹം വർഷങ്ങളായിട്ട് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധനാണ്. വലിയ സാമ്പത്തിക ശേഷിയുള്ള, അല്ലെങ്കിൽ പല മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതെല്ലാം ആ സമയത്താണ് പറയുന്നത്. ഇത് പറയുന്ന സമയത്തും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ അപരാജിതമായിട്ടുള്ള ജീവിതയാത്ര കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപരാജിതമായിട്ടുള്ള ജീവിതയാത്ര പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള സമസ്ത മേഖലയും വൻ വിജയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ യാഥാർത്ഥ്യം. ആ പദ്ധതി ഇപ്പോ കർണാടകയിലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് MP ആയിട്ടുള്ള ഈ വ്യക്തി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആ പരിചയം MP ആയതിനു ശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ ഈ IT മേഖലയിലുള്ള പ്രകടനം തന്നെ ഒരു വമ്പൻ ചരിത്രത്തിലുള്ള ഒരു മാറ്റം തന്നെയായിട്ട് നമുക്ക് ഇന്ത്യയിൽ കാണാം. അത് ഓരോ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചരിത്രപരമായിട്ട് അപരാജിതനായി പ്രവർത്തിച്ചിട്ട് വന്നിട്ടുള്ള ഈ വ്യക്തി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായതിനു ശേഷം BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം സെൻട്രൽ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഈ പറയുന്ന 4 മണ്ഡലങ്ങളിലും ആധികാരികമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള യാതൊരു തർക്കമില്ല. കൂട്ടത്തിൽ BJPയുടെ സംഘടനാ മിഷണറി പ്രവർത്തനത്തിൽ വലിയ തരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ടിരുന്ന തീരദേശ മേഖല, പാറശാല, അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കര, കോവളം, ഈ 3 നിയോജക മണ്ഡലങ്ങളിലും BJP പലപ്പോഴായിട്ട് വലിയ പിന്നോട്ട് പോയിട്ടുള്ള ഓരോ രാജഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റങ്കരയിൽ മത്സരിക്കുന്ന സമയത്ത് ഏകദേശം 40,000-ഓളം വോട്ടുകൾ നേടിയത്. അതല്ലാതെ അവിടെ നിന്ന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ശരിയാണ്. പക്ഷെ ഇത്തവണ അതിന് വലിയ ചരിത്രപരമായിട്ടുള്ള മാറ്റം ഉണ്ടായത്
പല സ്ഥലങ്ങളിലും വർഷങ്ങളായിട്ട് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാവാതിരുന്ന ബൂത്തുകളിൽ, വാർഡുകളിൽ അത് ഇത്തവണ BJP മുൻകൂട്ടി തന്നെ അത് പരിഹരിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ. ഇവിടെയൊക്കെ സാന്നിധ്യമായി, ഇവിടെയൊക്കെ വോട്ടായി അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിയെ നേരിടുന്നതിനായിട്ട് ഇദ്ദേഹത്തിന്റെ മികവ് അത് നിസ്സാരമല്ല. എങ്ങനെയാണെങ്കിലും ഈ 15 വർഷം പ്രവർത്തിച്ച ശശി തരൂര് പ്രത്യേകിച്ച് ഒന്നും തന്നെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടില്ലാന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായതിന്റെ പേരിൽ ഇത്തവണ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കുമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണമാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും നിരന്തരമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു വിജയമാകാൻ BJP പ്രതീക്ഷിച്ച ആ ഒരു നിലയിലേക്ക് പോകും. അതിൽ RSSന്റെ പങ്ക് നിസ്സാരമല്ല എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടും. മറ്റൊരു കാര്യം എന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് 2019 അവിടെ ആദ്യമായിട്ട് ഇലക്ഷൻ നേരിട്ട സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം വെറുതെ ഒരു 2 ആഴ്ച മുന്നേ ഇലക്ഷന് തയ്യാറായി നിന്നതാണ്. അന്ന് 1,04,000 വോട്ടുകളിൽ നിന്ന് നേരെ 2,93,000 വോട്ടുകൾ നേടി. അദ്ദേഹം ഒരു വലിയ ചരിത്രമുണ്ടാക്കി. BJP ഒരു വലിയൊരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാക്കി. 1,91,000 വോട്ടുകളാണ് അദ്ദേഹം കൂടുതലായിട്ട് പിടിച്ചത്. 2 ആഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിച്ചത്. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, 5 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായി, നിരന്തരമായിട്ട് പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം ഓരോ മണ്ഡലങ്ങളിൽ കയറി ചെന്ന്, ഓരോ പഞ്ചായത്തുകളും വാർഡുകളും കയറി ചെല്ലുന്ന സമയത്ത് സ്ത്രീകളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വരുന്നത്. ഇതെല്ലാം വോട്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ താമര വിരിയും എന്നുള്ളതിൽ BJP-ക്കാർക്കോ CPM-കാർക്കോ കോൺഗ്രസ്സുകാർക്കോ ആർക്കും തന്നെ ഒരു സംശയമില്ലാത്ത, ലെവലേശം സംശയമില്ലാത്ത രീതിയിലുള്ള ഒരു വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. BJP-ക്ക് തൃശ്ശൂർ ഒരു ബാലികേറ മലയല്ല. ഈ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത്. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വ്യക്തിപ്രഭാവം നിസ്സാരമല്ല. കൂട്ടത്തിൽ സംഘടനാ മികവ്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് 200-ന് മുകളിൽ ബൂത്തുകളിൽ ഇരിക്കാൻ ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപം തന്നെയായിരുന്നു അവരുടെ KPCC യോഗത്തിൽ അവരുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വലിയ സാധ്യതകൾ അങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ചാനലിൽ നിരന്തരമായിട്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തും സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ആ ഒരു വിലയിരുത്തലായിട്ട് വന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. തൃശ്ശൂർ നമ്മൾ അതുപോലെ ആക്റ്റീവായിട്ട് പ്രവർത്തനത്തിലുണ്ടായിരുന്നു, വർക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന്റെ പേരിൽ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾക്കറിയാം ഓരോ ജനങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ ആ ട്രെൻഡ് എങ്ങോട്ടാണ് ഈ കഴിഞ്ഞ മെയ് മാസം ഈ 26-ാം തീയതി, ഈ ഏപ്രിൽ 26-ാം തീയതി എങ്ങോട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ വിലയിരുത്തൽ തന്നെയാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ BJP വിജയിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം നമ്മൾക്കുള്ളത്. ഇത് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പേരിലൊന്നല്ല, അവിടുത്തെ ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ പേരിലാണ്.